നമസ്കാരം, ഞാൻ ആശാ ശേഖർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. വേദനയും പ്രതിഷേധവും. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം വീണ്ടും വഴിത്തിരിവിലേക്ക്. പൾസർ സുനിയുമായി ബന്ധപ്പെട്ട ദിലീപിന്റെ അപകീർത്തി പരാമർശം വേദനിപ്പിച്ചെന്ന് നടി. താരത്തിനെതിരെ വേണ്ടിവന്നാൽ നിയമ നടപടി സ്വീകരിക്കും. ഇക്കാര്യത്തിൽ ഇത്രയും നാൾ പ്രതികരണത്തിന് മുതിരാത്തത് പോലീസ് ആവശ്യപ്പെട്ടതിനാലെന്നും പ്രതികരണം. ഇപ്പോഴത്തെ അന്വേഷണം ശരിയായ ദിശയിൽ. പോലീസിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. തന്റെ മനസാക്ഷി ശുദ്ധം, ആരെയും ഭയക്കുന്നില്ല. പുറത്തുവരുന്ന പേരുകൾ തള്ളുകയോ കൊള്ളുകയോ ചെയ്യുന്നില്ലെന്നും തന്നെ ആക്രമിച്ചതിനു മുന്നിൽ ആരെന്ന് പറയാൻ തെളിവില്ലെന്നും നടി. കേസിൽ നടിയുടെ പ്രതികരണം സംഭവം നടന്ന ശേഷം ഇതാദ്യം. കേസിൽ അന്വേഷണം പുരോഗമിക്കവേ നടിക്ക് പിന്തുണയുമായി കൂടുതൽ പേർ രംഗത്ത്. അപകീർത്തി പരാമർശത്തിനെതിരെ വിമൻ ഇൻ സിനിമ കളക്ടീവ് പരസ്യ പ്രതിഷേധം അറിയിച്ചതിന് പിന്നാലെ ദിലീപിന്റെ വാദം തള്ളി സംവിധായകൻ ലാലും. പൾസർ സുനിയുമായി നടിക്ക് ദീർഘകാല പരിചയമില്ലെന്നും തന്റെ പ്രസ്താവനയെ തെറ്റായി വ്യാഖ്യാനിച്ചെന്നും വിശദീകരണം. പുതുവൈപ്പിൽ തണുക്കാതെ. പുതുവൈപ്പ് സമരത്തിലെ പോലീസ് നടപടിയിൽ രൂക്ഷ വിമർശനവുമായി മനുഷ്യാവകാശ കമ്മീഷൻ. സമരത്തിന് തീവ്രവാദ ബന്ധം ആരോപിക്കുന്നത് പോലീസ് അതിക്രമം മറയ്ക്കാൻ. സ്ത്രീകളോടും കുട്ടികളോടും കാണിച്ച ക്രൂരത പകൽ പോലെ വ്യക്തം. ശിക്ഷാ നടപടിയെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ന്യായീകരിക്കുന്നത് ശരിയല്ലെന്നും മനുഷ്യാവകാശ കമ്മീഷൻ. സമാധാനപരമായി നടന്ന സമരത്തെ അക്രമാസക്തമാക്കിയത് പോലീസിന്റെ ഇടപെടൽ. പോലീസിന് ജനങ്ങളെ ശിക്ഷിക്കാൻ അവകാശമില്ല. നടപടി പ്രധാനമന്ത്രിക്ക് സുരക്ഷയൊരുക്കുന്നതിന്റെ ഭാഗമായെന്ന പോലീസ് ഭാഷ്യം അംഗീകരിക്കാനാവില്ല. വിഷയത്തിൽ അടുത്ത മാസം 17-ന് കൊച്ചി DCP യതീഷ് ചന്ദ്ര നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നും കമ്മീഷൻ. ആധാറിൽ ഇടക്കാല ഉത്തരവില്ല. സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് ആധാർ നിർബന്ധമാക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി. ആധാർ ഇല്ലാത്തതിന്റെ പേരിൽ ക്ഷേമ പദ്ധതികളുടെ പ്രയോജനം നിഷേധിക്കപ്പെടുന്നത് ആർക്കെന്ന് വ്യക്തമാക്കാതെ ഉത്തരവ് പുറപ്പെടുവിക്കാനാവില്ല. പല സർക്കാർ പദ്ധതികൾക്കും ആധാർ നിർബന്ധമാക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 30 വരെ നീട്ടിയിട്ടുണ്ടെന്നും കോടതി. സുപ്രീം കോടതി പരാമർശം ആധാർ നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഫെബ്രുവരി 8-ലെയും ജൂൺ 22-ലെയും സർക്കാർ വിജ്ഞാപനങ്ങൾ ചോദ്യം ചെയ്ത് സമർപ്പിക്കപ്പെട്ട ഹർജിയിൽ. വിഷയം അടുത്ത മാസം 7-ന് വീണ്ടും പരിഗണിക്കും. പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്തെ പനിമരണങ്ങൾ റെക്കോർഡുകൾ മറികടക്കവേ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പകർച്ചവ്യാധികളെ ഉന്മൂലനം ചെയ്യാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. സർവകക്ഷി യോഗ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ കാലതാമസം വരുത്തുന്നു. പ്രതിസന്ധിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നും ചെന്നിത്തല. ജനുവരിയിൽ ആരംഭിക്കേണ്ടിയിരുന്ന മഴക്കാല പൂർവ്വ ശുചീകരണമടക്കമുള്ള നടപടിയിൽ സർക്കാർ പൂർണ്ണ പരാജയം. പനി ബാധിച്ച് സംസ്ഥാനത്ത് ഇതുവരെ മരിച്ചത് 200-ലധികം പേർ. ആശുപത്രികളിൽ ചികിത്സ ലഭിക്കാതെ ഇപ്പോഴും ആയിരക്കണക്കിന് ആളുകൾ ബുദ്ധിമുട്ടുന്നു. പനിമരണങ്ങളുടെ കാരണം അന്വേഷിക്കാൻ കേന്ദ്രത്തിൽ നിന്നും വിദഗ്ധ സമിതിയെ കൊണ്ടുവരണമെന്നും പ്രതിപക്ഷ നേതാവ്. അതേസമയം പനി പ്രതിരോധത്തിനുള്ള സർക്കാരിന്റെ സംയുക്ത ശുചീകരണ യജ്ഞത്തിന് തുടക്കം. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി. 14 ജില്ലകളിലും ശുചീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി മന്ത്രിമാരും ജനപ്രതിനിധികളും. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.